ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഡിസ്കഷൻ വീഡിയോ ആണ്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായി, ചേട്ടാ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കണോ, കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ, ഏത് ഡിപ്പാർട്ട്മെന്റ് എടുക്കണം എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ, റൈറ്റ്? സോ ഇതിനെല്ലാത്തിനും ഒരു ഉത്തരമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ പറയാം. മെയിൻലി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എടുക്കണോ അതോ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുക്കണം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ വീഡിയോ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ. I will be responding to that. Okay, so let's get started. അപ്പോൾ ഏറ്റായത് സംഭവം ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു ആൻസർ പറയാം. ഓക്കെ, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ടൊരു ഇരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, കീം എഴുതി, JEE എഴുതി. ഓക്കെ, നിങ്ങൾ പ്ലസ് ടുവിൽ മര്യാദയ്ക്ക് മാത്സോ ഫിസിക്സോ പഠിച്ചില്ല. ഞാൻ രണ്ട് സബ്ജക്റ്റ് എടുക്കുന്നുള്ളൂ, മാത്സും ഫിസിക്സും. നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചില്ല, ജസ്റ്റ് ഒന്ന് ഫോക്കസ് പോയിന്റ് നോക്കി പഠിച്ചു, ആൻഡ് ജസ്റ്റ് അവിടെ ഒക്കെ നോക്കി പഠിച്ചു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നിങ്ങളിപ്പോൾ ബയോമാത്സ് എടുത്തിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ബയോ കമ്പ്യൂട്ടർ എടുത്തോട്ടെ, ബയോ കമ്പ്യൂട്ടർ ഇല്ലെന്ന് തോന്നുന്നു, മാത്സ് കമ്പ്യൂട്ടർ എടുത്ത സ്റ്റുഡൻസ് ആയിക്കോട്ടെ. ഓക്കെ, നോ മാറ്റർ, ജസ്റ്റ് ഫോക്കസ് ഓൺ 2 സബ്ജക്ട്, മാത്സ് ആൻഡ് ഫിസിക്സ്. നിങ്ങൾ മാത്സും ഫിസിക്സും മര്യാദക്ക് പഠിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങളെ കൊണ്ട് എഞ്ചിനീയറിംഗ് പറ്റോ ഇല്ലയോ. ഓക്കെ, ബട്ട് യു വോണ്ട് ടു ഡു എഞ്ചിനീയറിംഗ്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മാത്സും മര്യാദക്ക് പഠിച്ചിട്ടില്ല, ഫിസിക്സും മര്യാദക്ക് നോക്കിയിട്ടില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ മോനെ കണ്ണടച്ചിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തോ. ട്രസ്റ്റ് മീ, യു വിൽ നോട്ട് റിഗ്രറ്റ്. ട്രസ്റ്റ് മീ, യു വിൽ നോട്ട് റിഗ്രറ്റ്. വൈ? പോയിന്റ് നമ്പർ 1, കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പ്രീ റിക്വസ്റ്റ് ഒന്നും വേണ്ട. ഓക്കെ, എവറിത്തിങ് യു വിൽ ബി ലേണിംഗ് ഇൻ ദാറ്റ്. ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് ബേസിക് കോഡിംഗ് ഒക്കെ തന്നെ നിങ്ങളുടെ കോഴ്സിന്റെ കരിക്കുലമിന്റെ ഒപ്പം തന്നെ അങ്ങ് പൊക്കോളും. So you don't have to worry about that. Okay, so കമ്പ്യൂട്ടർ സയൻസ് ബാക്കി സബ്ജക്ട്സ് അല്ലെങ്കിൽ ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ റിലേറ്റീവ്ലി എളുപ്പമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് IT ഫീൽഡിലേക്ക് കയറണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ലൈക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ പൊസിഷൻസിലേക്കും പോവാം, റൈറ്റ്? സോ ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് ദർ. അതിനെപ്പറ്റി ഒരു വേറെ വീഡിയോ വരും. സോ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, സോ സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ ഞാൻ പറഞ്ഞു. ഇനി മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ സ്റ്റുഡൻസ് എടുക്കണം? ഓക്കെ, സി, കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ കമ്പ്യൂട്ടർ സയൻസ് എന്തായാലും എടുക്കണം, അത് മസ്റ്റാണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ താല്പര്യം ഉണ്ടായിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ യു വിൽ റിഗ്രറ്റ് യുവർ സെൽഫ്. ഓക്കെ, യു വിൽ റിഗ്രറ്റ്, ഡെഫിനറ്റ്ലി യു വിൽ റിഗ്രറ്റ് ദീസ് 4 years. പക്ഷെ ഇതൊക്കെ പറയാൻ ഞാൻ ആരാ? ഓക്കെ, ഞാൻ പറയാൻ എന്നെ പറ്റി. ഞാൻ റീസെന്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി വന്നൊരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് തന്നെ 2 കമ്പനീസിൽ കിട്ടി. ഒരു കമ്പനി ഓഫ് ക്യാമ്പസ് ആയിട്ട് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ എന്താ പറയുക, ഡ്യൂറിങ് മൈ 4 years ഞാൻ 2 പെയ്ഡ് ഇന്റേൺഷിപ്സ് ക്രാക്ക് ചെയ്തു. സോ ഐ ഗെസ് ദാറ്റ് ഐ ബിലീവ് ദാറ്റ് ഐ ആം ക്വാളിഫൈഡ് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്, റൈറ്റ്? സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എടുക്കണം, അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ച് എടുക്കണോ വേണ്ടയോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ തന്നെ സെൽഫ് അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിനോട് താല്പര്യമുണ്ടോ? ഇലക്ട്രോണിക്സിനോട് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ +2 ഫിസിക്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മളവിടെ ഗേറ്റും ട്രാൻസിസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചത്. അത് നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ലൈക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സർക്യൂട്ട്സ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഓൺലി ടേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ? മാത്സും ഫിസിക്സും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലി ടേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല. വൈ? ലെറ്റ് മീ ടെൽ യു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റിന്റെ അകത്ത്, ഓക്കെ, ഈ ഒരു ബ്രാഞ്ചിന്റെ അകത്ത് നിങ്ങൾക്ക് കുറേ സബ്ജക്റ്റ് കിട്ടും. ആ സബ്ജക്ട്സിൽ കുറേ സബ്ജക്ട്സ് നിങ്ങൾക്ക് തിയറി, അതിൻ്റെ ഒപ്പം തന്നെ എന്താ പറയുക, കുറേ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊറാൽ ലോ ആവും, മീൻസ് നിങ്ങളുടെ കോൺഫിഡൻസ് ലോ ആവും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പോവും ആ ഒരു ടൈപ്പിൽ. കാരണം നിങ്ങൾക്ക് എന്താണ്, ഹാൻഡ്സ് ഓൺ ചെയ്യാനായിരിക്കും ഒരു ആഗ്രഹം. പക്ഷേ ടു ബി ഹോണസ്റ്റ്, നിങ്ങൾക്ക് കോളേജിൽ കരിക്കുലം അനുസരിച്ച് നിങ്ങൾക്ക് തിയറി പോർഷൻസ് ആയിരിക്കും കൂടുതൽ. ലാബ് സെക്ഷൻസ് ഉണ്ടാവും, ബട്ട് ദർ വുഡ് ബി മോർ തിയറി പോർഷൻസ്, റൈറ്റ്? സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഒന്ന് കുറയും. ഓക്കെ, സോ അതാണ് ഒരു എന്താ പറയുക, ഒരു എൻവയറമെന്റ്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾക്ക് മാത്സും ഫിസിക്സിലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, മാത്സും ഫിസിക്സും നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എടുക്കുക. ഫിസിക്സിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് സെമി കണ്ടക്ടേഴ്സ്, ഗേറ്റ്, ട്രാൻസിസ്റ്റേഴ്സ് ഇതിലേക്കൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഡയോഡ്സിലേക്കൊക്കെ കുറെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓൺലി യു ടേക്ക് ദാറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? മാത്സും ഫിസിക്സും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ,
ഇനി വേറെ സംഭവം, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിലേക്ക് നിങ്ങൾ കയറി കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇവിടെ ബേസിക്കലി രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ഇലക്ട്രോണിക്സിനെ പറ്റി നിങ്ങൾ പഠിക്കും, ഒന്ന് കമ്മ്യൂണിക്കേഷനെ പറ്റി പഠിക്കും. ഓക്കെ, ഇലക്ട്രോണിക്സ് ആയിരിക്കും നിങ്ങളുടെ മേജർ സബ്ജക്ട്, കമ്മ്യൂണിക്കേഷൻ അതിന്റെ ജസ്റ്റ് ഒരു പാർട്ടായിട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷനെ പറ്റി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫൈനൽ ഇയറിലും അതുപോലെ തന്നെ തേർഡ് ഇയറിൽ നിങ്ങൾ ഇച്ചിരി ടോപ്പിക്സ് പഠിക്കും. ഓക്കെ, അത് ക്ലിയർ ആയോ? ടോപ്പിക്സ് അല്ല, സബ്ജക്ട്സ് ആയിട്ട് പഠിക്കും. ക്ലിയർ ആയോ? ഇനി വേറൊരു സംഭവം, പിള്ളേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഏത് പഠിച്ചാലാണ് ജോലി കിട്ടണത്? കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലാണ് ജോലി കിട്ടണം, ഇലക്ട്രോണിക്സ് പഠിച്ചാലാണ് ജോലി കിട്ടണം, EC പഠിച്ചാലാണ് ജോലി കിട്ടണം, അല്ലെങ്കിൽ CSE പഠിച്ചാലാണ് ജോലി കിട്ടണം? ഏതിലാണ് സ്കോപ്പ് കൂടുതൽ? ടു ആൻസർ ദിസ്, രണ്ടിലും ജോലിയുണ്ട്. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക, രണ്ടിലും ജോലിയുണ്ട്. ഇനി വ്യത്യാസം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കോഡിംഗ് അറിയാമെങ്കിൽ, ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് IT ഫീൽഡിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പിലാണെങ്കിലും കയറാൻ പറ്റും. ക്ലിയർ ആയോ? കോഡിംഗ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പിലാണെങ്കിലും കയറാൻ പറ്റും. ഓക്കെ, യു ഹാവ് ടു പുട്ട് എഫേർട്സ്. നിങ്ങളായിട്ട് എഫേർട്സ് ഉണ്ട്. അല്ലാതെ കോളേജ് പഠിപ്പിക്കണത് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് ഒക്കെ ഞാൻ പഠിച്ചു, ഇനി എനിക്ക് ജോലി കിട്ടും, ഒന്നും കിട്ടൂല. 10 CGP കിട്ടി, ഇനി എനിക്ക് ജോലി കിട്ടും, കിട്ടൂല. ദാറ്റ്സ് ദ റിയാലിറ്റി. കിട്ടൂല നിങ്ങൾക്ക് ജോലി. ഇഫ് യു ആർ ഫ്രം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ, നിങ്ങളൊരു ഇലക്ട്രോണിക്സ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 10 CGP ഉണ്ട്. അത് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല. ബട്ട് ഇഫ് യു ആർ ഹാവിങ് എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, മീൻസ് നിങ്ങൾ മൈക്രോ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നിങ്ങൾ എന്തെങ്കിലും പ്രാക്ടിക്കലി പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റ് സെലക്ടഡ്. യെസ്, ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റ് സെലക്ടഡ്. ഇത് ആരും ഇങ്ങനെ പറഞ്ഞു തരില്ല, നിങ്ങൾക്ക് അത് ഉറപ്പാണ്. ആരും പറഞ്ഞു തരില്ല, ടു ബി ഓണസ്റ്റ്. കാരണം പറഞ്ഞാൽ ഞാനിത് തന്നെ വിചാരിച്ചു, കോളേജിൽ പഠിപ്പിക്കുന്ന ഇലക്ട്രോണിക്സിലെ സബ്ജക്ട് പഠിച്ചിട്ടിരുന്ന ഓക്കെ നമുക്ക് ജോലിയൊക്കെ കിട്ടും. ഇല്ല, കിട്ടൂല. നെവർ, യു വിൽ നോട്ട് ഗെറ്റ്. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് യു ലേൺ ദോസ് തിങ് ഇൻ കോളേജ്, അപ്ലൈ ദം ഇൻ ലാബ്. അത് വെച്ചാൽ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ എൻ്റെ ഫാൻ ഒന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇച്ചിരി ഡിസ്റ്റർബൻസ് പോലെ തോന്നും. സോ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കോളേജിൽ ഇലക്ട്രോണിക്സ് ആണ് എടുക്കണമെങ്കിൽ നിങ്ങളൊരു സബ്ജക്ട് പഠിക്കും, ലീനിയർ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ലീനിയർ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട്സ് നിങ്ങളുടെ തേർഡ് ഇയറിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഠിക്കണ സബ്ജക്റ്റിന് തന്നെ ലാബ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റുഡൻസ് എന്താ ചെയ്യണേ? ചുമ്മാ ലാബല്ല, അങ്ങ് ചുമ്മാ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അത് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടി ചെയ്യാൻ നോക്കും. പക്ഷേ ഇഫ് യു ആർ പ്രോപ്പർലി യൂട്ടിലൈസിങ് ദറ്റ് ലാബ്, നിങ്ങൾ പക്കയായിട്ട് ആ സംഭവങ്ങൾ നിങ്ങൾ ഐ സി ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് ഓരോ സർക്യൂട്ട്സ് നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്, ഓരോ സർക്യൂട്ടിന്റെ സിമുലേഷൻസ് നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരുത്താൻ നോക്കുന്നുണ്ട്, യു ആർ ട്രൈങ് ടു എക്സ്പെരിമെന്റ് സംതിങ് ന്യൂ, ദെൻ ഓൺലി യു വിൽ ഗെറ്റ് എ ജോബ്. അതെനിക്ക് എഴുതി തരാൻ പറ്റും. കാരണം ഞാൻ 10 CGP മേടിച്ചിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് കമ്പനീസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ആർ നോട്ട് ഹാവിങ് എനി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് അറിയത്തില്ല ആർഡിനോ ബോർഡ് എന്താണ്, മൈക്രോ കൺട്രോളർ എന്താ, നിങ്ങൾ കയ്യിൽ പിടിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയത്തില്ല മൈക്രോ കൺട്രോളറിൽ എങ്ങനെയാണ് കണക്ഷൻസ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് അറിയത്തില്ല മൈക്രോ കൺട്രോളറിനെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടതെന്ന്, ദെൻ ഡെഫിനറ്റ്ലി യുവർ ഡിഗ്രി ഈസ് വേസ്റ്റ്. ഓക്കെ, സോ നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിക്കുകയാണെങ്കിൽ അതിനെ അപ്ലൈ ചെയ്യാൻ പഠിക്കുക. അതാണ് മെയിൻ പോയിന്റ്. നോ വൺ ഈസ് ഗോയിങ് ടു ടെൽ യു. ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങൾ ഫാക്കൽറ്റിയുടെ പിന്നാലെ പോയി ചോദിച്ച് വേണം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊരു മെയിൻ കാര്യമാണ് നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എടുക്കുവാണെങ്കിൽ തന്നെ. വൈ ഐ ആം സെയിങ് ദിസ്? ഞാൻ 4 കൊല്ലം പഠിച്ചു, ഞാൻ കണ്ടിട്ടില്ല കുറെ പിള്ളേർ ഇങ്ങനെ ഫാക്കൽറ്റിയുടെ പിന്നാലെ ചെന്ന് ടീച്ചർ അതൊന്ന് പറഞ്ഞു തരും, ഇതെന്താണ് ഈ സർക്യൂട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണം പറഞ്ഞു തരും, ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. അതിലൊരു മാറ്റം വരണം. ദർ ഷുഡ് ബി എ ചേഞ്ച്, റൈറ്റ്? ഇഫ് യു വോണ്ട് ടു ബി എ ഗ്രേറ്റ് സക്സസ്ഫുൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, ഗോ ബിഹൈൻഡ് ദ ഫാക്കൽറ്റി ആൻഡ് അവരെ ശല്യപ്പെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കും കാര്യങ്ങളും നിങ്ങൾ ചോദിച്ച് മനസ്സിലായോ? ഓരോ പുതിയ കാര്യങ്ങൾ അവരിൽ നിന്ന് അറിയാൻ നോക്കാം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു നോളജ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് എന്താ പറയുക ഒരു എക്സ്പോഷർ കിട്ടുള്ളൂ. ആ എക്സ്പോഷറാണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സിലേക്ക് ഒരു പുഷ് തരുന്നത്. ക്ലിയർ ആയോ? കാരണം ഇനിയിപ്പോൾ CGP ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ ചില കമ്പനീസ് വരുമ്പോൾ ഒരു കട്ട് ഓഫ് മാർജിൻ വെക്കും. മീൻസ് അവർ പിള്ളേരെ എടുക്കും, മീൻസ് കുറേ പിള്ളേരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഇച്ചിരി പിള്ളേരെ മതിയല്ലോ, അപ്പോൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർജിൻ വെക്കുമോ, ഇത്രയും CGPക്ക് മുകളിലുള്ള പിള്ളേരെ മതിയെന്ന്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, അതിനൊപ്പം തന്നെ ഈ പഠിച്ച കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം. അതാണ് മെയിൻ. ഓക്കെ, സോ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇനി ഞാൻ മെയിൻ പോയിന്റിലേക്ക് വരാം. സി, നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ ജോലി വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, മാർക്സ് ഉണ്ടാവണം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടിക്കലി നിങ്ങൾ കാര്യങ്ങളും വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അടുത്ത വീഡിയോ ഞാൻ ഇറക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് ജോലി കിട്ടുക. പക്ഷെ ഓപ്പർച്യൂണിറ്റി കുറവാണോ കൂടുതലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുള്ളൂ, അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ കോളേജ് പ്ലേസ്മെന്റ് സെല്ലിനെ മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല. ഈ പ്ലേസ്മെന്റ് സെല്ലാണല്ലോ കമ്പനീസിനെ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നത്, റൈറ്റ്? സോ അവരെ നിങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും വരാം. പക്ഷെ ഓഫ് ക്യാമ്പസ് മീൻസ് എന്താ പറയുക, കമ്പനീസ് ഇങ്ങനെ ലിങ്ക്ഡിൻ വഴിയോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയോ ഒക്കെ ഇങ്ങനെ ഓപ്പണിങ്സ് ഇറക്കും. അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞില്ല എന്ന് വരും. ഓക്കെ, സോ അത് രണ്ട് കേസ് ഉണ്ട്. അത് എങ്ങനെയാണ് അത് മീൻസ് ലൈക്ക് എങ്ങനെയാണ് ഒരു പക്കയായിട്ട് ജോബ് നമ്മൾ അന്വേഷിക്കേണ്ടെന്ന കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞുതരാം. കാരണം അത് വേറെ ഒരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ രണ്ടിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇലക്ട്രോണിക്സിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദ തിങ് ഈസ്, നിങ്ങൾ സർവൈവ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റോ ഇല്ലയോ, അതാണ് മെയിൻ പോയിന്റ്. ഓക്കെ, നിങ്ങൾക്ക് മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ വെച്ച് സംഭവങ്ങൾ പ്രൊജക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോറായിട്ട് സെമി കണ്ടക്ടറിന്റെ ഡീപ്പിൽ ഇറങ്ങിയിട്ട് അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറെ ലൈക്ക് എന്താ പറയുക, കുറെ സർക്യൂട്ടൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ബട്ട് ഇഫ് യു ആർ ഗുഡ് അറ്റ് ഫിസിക്സ് ആൻഡ് മാത്സ്, ഫിസിക്സും മാത്സും നന്നായിട്ട് അറിയാമെങ്കിൽ ടേക്ക് ഇറ്റ്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ സയൻസിൽ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, കുറേ ജോലിയുണ്ട്. പക്ഷെ കുറേ കോളേജിലൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പിള്ളേർ ഇപ്പോഴും പ്ലേസ്ഡ് ആയിട്ടില്ല. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് പ്രോഗ്രാമിംഗ് സ്കിൽസ് അത്രയും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടാമത്തത് അവർ ആ ഫസ്റ്റ് റൗണ്ട് മീൻസ് ഒരു കമ്പനി വരുമ്പോൾ അവർ കുറേ റൗണ്ട്സ് നടത്തും പിള്ളേരെ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫൈനൽ റൗണ്ടിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ റൗണ്ട്സ് നടത്തും. സോ അത് ചിലപ്പോൾ ക്ലിയർ ആവുന്നില്ലായിരിക്കും. ഓക്കെ, സോ ദർ ക്യാൻ ബി മൾട്ടിപ്പിൾ റീസൺസ്. ബട്ട് ദ തിങ് ഈസ്, കമ്പ്യൂട്ടർ സയൻസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്. AI വരുന്നതുകൊണ്ട് അത് പോവത്തില്ല, അങ്ങനെയല്ല, അത് പോവില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ AI പഠിക്കാം. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറേ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നിങ്ങൾ വെബ് ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കും, ആൻഡ്രോയിഡ് ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കും, AI പറ്റി പഠിക്കും. ഓക്കെ, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പോഷർ കിട്ടും. സോ യു വിൽ ബി ഗെറ്റിംഗ് a lot of opportunities or a lot of exposure in that field also. Okay, the thing is, നിങ്ങൾ എങ്ങനെയാണ് ജോലി അന്വേഷിക്കണേ അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിലായോ? നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുമില്ലയോ. അല്ലാതെ 10 CGPA മേടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മോനെ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ആരും വിശ്വസിക്കരുത്. നോ വൺ ഷുഡ് ബിലീവ് ഇൻ ദാറ്റ് തിങ്. ഓക്കെ, 10 CGPA മേടിച്ചിട്ടാണ് ഇരിക്കുകയാണ്, ഓക്കെ എനിക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. ഓക്കെ, യു ഹാവ് ടു ഡെവലപ്പ്, യു ഹാവ് ടു ക്രിയേറ്റ്, യു ഹാവ് ടു പ്രാക്ടീസ് ദോസ് സ്കിൽസ്. നിങ്ങളുടെ ഉള്ളിൽ ആ സ്കിൽസ് വരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് ആ ഒരു ജോലി ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഇനി സ്റ്റാർട്ടിങ് സാലറി എത്രയായിരിക്കും, സാലറി റേഞ്ച് എത്രയായിരിക്കും, അത് കമ്പനി ടു കമ്പനി വേരി ചെയ്യും. ചിലയിടത്ത് 5000 രൂപ കൊടുക്കും, ഓക്കെ, ചിലയിടത്ത് 10000 രൂപ കിട്ടും, ചിലയിടത്ത് 20000 രൂപ കിട്ടും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, ഇനി ലാസ്റ്റ് വേറെ ഒരു ക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ ഒരു ഫൈനൽ ഔട്ട്കം പറയാമോ, എന്താണ് എടുക്കേണ്ടതെന്ന്? ഫൈനൽ ഔട്ട്കം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഐഡിയ അല്ല ഏത് ബ്രാഞ്ചാണ് എടുക്കേണ്ടത്, ഏത് എന്താ പറയുക ലൈക്ക് നിങ്ങൾക്ക് അറിയത്തില്ല, ഒരു പിടുത്തമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുത്തോ, നോ പ്രോബ്ലം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫിസിക്സും ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്സിലേക്ക് നല്ല താല്പര്യമുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറെ താല്പര്യം വരുന്നുണ്ട്, പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ നല്ല താല്പര്യം വരുന്നുണ്ടെങ്കിൽ ടേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ബട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഞാൻ ഒന്നോടെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ഷ്യൂർലി യു വിൽ റിഗ്രറ്റ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ കോളേജിന്റെ ഓറിയന്റേഷൻ സെഷൻസിലൊക്കെ പോകുമ്പോൾ അവർ നിങ്ങളെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കും. നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണ് പഠിക്കേണ്ടത് അത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പിച്ചു വെക്കുക. കുറേ പേര് ബ്രെയിൻ വാഷ് ചെയ്യും. ഡോണ്ട് ഫോൾ ഫോർ ഇറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിനെ പറ്റി അറിയാനോ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിനെ പറ്റി അറിയാനോ, ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, എൻ്റെ വേറൊരു വീഡിയോ ഉണ്ട്, ഞാൻ 2 വർഷം മുന്നേ ഇട്ടൊരു വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെക്ക് ഔട്ട് ചെയ്യാം, EC വേഴ്സസ് CSE എന്നുള്ളത്. സോ ടിൽ ദെൻ